ഒരു അവലൂസുണ്ടോടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ചായയാണോ കാപ്പിയാണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിലുണ്ടായ അതിഭയങ്കരമായ തിരിച്ചടിക്ക് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിഭയങ്കരമായ ഒരു പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളും നിരീക്ഷകരും മറ്റ് താത്വികന്മാരും ഒക്കെ പറഞ്ഞു. പറഞ്ഞു നന്നായി, ഞാൻ പേടി മറന്ന് കിടക്കായിരുന്നു. ഈശ്വര രക്ഷിക്കണേ. അതെന്താ വെച്ചാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പദവി CPIക്കാർ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1979 രൂപീകൃതമായ ഒരു സംവിധാനമാണ്. അതിന് ഒരു നേതാവ് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അത് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കൺവീനർ ഉണ്ടാവും, അതും CPIക്കാരനായിരിക്കും. ഈ മുന്നണി നേതാവും CPIക്കാരനായിരിക്കും. ഉപനേതാവിൻ്റെ ഒരു പദവി ആസിറ്റീസ് ഉണ്ടായിരുന്നില്ല. നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് മിക്കവാറും CPIക്കാരനായിരിക്കും. BK നായനാർ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും CPIക്കാരനായിരുന്നു ഉപനേതാവ്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് CPIക്കാരനായിരിക്കണം എന്നാണ് CPMൻ്റെ ശാഠ്യം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറില്ല. വേറെ എന്ത് വിട്ടുകൊടുത്താലും ഉപനേതൃത്വം കൊടുക്കാൻ, ഇപ്പോൾ ഉപനേതൃത്വം കൊടുത്താൽ ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. ഇനി അഥവാ CPMനും CPIക്കും അവർ ഉൾപ്പെട്ട ഇടതുമുന്നണിക്കും രാജ്യത്തിൻ്റെ ഭരണാധികാരമൊക്കെ കിട്ടിയാൽ നമ്മുടെ ജോൺ ബ്രിട്ടാസോ മറ്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായില്ല. ആ സമയത്ത് ആരായിരിക്കും ഉപപ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അതിന് CPIക്കാർ അവകാശവാദം ഉന്നയിക്കും എന്നാണ് അവർ ഭയപ്പെടുന്നത്. ഉത്തരം കൂടെ. അതുകൊണ്ട് അനാവശ്യമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ CPM തയ്യാറില്ല. CPIക്കാരാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ CPM അല്പം ദുർബലമായിട്ടിരിക്കുന്ന സമയമുള്ളൂ. CPMൻ്റെ പ്രമുഖ നേതാക്കന്മാർ മിക്കവരും പരാജയപ്പെട്ടു. ആ പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായി സഖാവുള്ള അദ്ദേഹത്തിന് പ്രായാധിക്യം സാമാന്യത്തിൽ അധികം ബാധിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഏതാണ്ട് പുള്ളി വളരെ കൗതുകരമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാക്ഷാൽ ബാലഗോപാൽ തന്നെ അദ്ദേഹത്തോട് സഖാവി എന്തെങ്കിലും ഒന്ന് പറയൂ, ഇത് കേട്ടോണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞ് കുത്തി എഴുതിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടു. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ട്. നമ്മൾ ഗ്രാമ്യ ഭാഷയെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്തും പിത്തും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ആയുർവേദത്തിൽ വേറൊരു പേരുണ്ട്, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും വൈദ്യന്മാരെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അഥവാ മുൻ മുഖ്യമന്ത്രി അതുപോലെ മുൻ കേരള ചക്രവർത്തി എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് KN ബാലഗോപാലാണ്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി കിട്ടിയില്ല, പാർട്ടിയുടെ ഉപനേതാവ്, നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ്. അത് ബാലഗോപാലാണ്. ബാലഗോപാലിൻ്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. പുള്ളിക്ക് പ്രായാധിക്യം ബാധിച്ചിട്ടില്ല, പക്ഷേ വാക്കുകൾ അങ്ങനെ വരില്ല. വാക്കുകൾക്ക് വലിയ ക്ഷാമമുള്ള ആളാണ്. മിതഭാഷിയാണ്, മൃദുഭാഷിയാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എഴുന്നേറ്റത് കൈ കൂട്ടി വർത്തമാനം പറയാനറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കാം, അന്തസ് കൊണ്ടായിരിക്കാം, തറവാടിത്തം കൊണ്ടായിരിക്കാം, മറ്റു പലതുകൊണ്ടുമായിരിക്കാം. പക്ഷേ ഒരു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്ത് തൻ്റെ അടുത്തോടെ ഇരിക്കാനും ചാടി എഴുന്നേക്കാനും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാനും ആക്രോശിക്കാനും ഒന്നും ബാലഗോപാലിനെ കൊണ്ട് പറ്റില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി, അദ്ദേഹത്തിൻ്റെ പരാധീനത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തറവാട്ട് മഹത്വം, അതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഭിജാത്യം. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് വെച്ചാൽ ചെറിയ സംഗതിയല്ലോ. കേരളത്തിൽ ഗടാഗടിയന്മാരായിട്ടുള്ള പല പ്രതിപക്ഷ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലഗോപാൽ എത്ര ശ്രമിച്ചാലും പറ്റില്ല. പിണറായി വിജയൻ്റെ ഇടയ്ക്ക് നല്ല കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന് തീരെയും പറ്റാതെ. പിന്നെ മരിക്കുന്നവരെ സർക്കാർ മന്ദിരത്തിൽ താമസിക്കണം. ആ ഒരു ഔദ്യോഗിക സ്ഥാനത്തിന് തന്നെ മരിക്കാവൂ എന്ന് ശാഠ്യമുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാത്തത്. ഇനി വിട്ടുകൊടുത്താലും അത് ഏറ്റെടുത്ത് നടത്താൻ കഴിവ് പ്രാപ്തിയുള്ള ഒരാളും പാർട്ടിക്കകത്തില്ല. പിണറായി മാറിയാൽ ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. സജി ചെറിയാനെ പറ്റുമോ? അതും പറ്റില്ല. C രവീന്ദ്രനാഥിനെ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റുമോ? അതും സാധിക്കും. പണ്ടേ ദുർബല കൂടെ ഗർഭിണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യോഗ്യനായിട്ടുള്ള ഒരാളുണ്ട്, അത് ഇനി സ്വജനപക്ഷപാതം എന്ന് ചീത്തപ്പേര് നമ്മുടെ മുഹമ്മദ് റിയാസാണ്. റിയാസിനെ എൻഫോഴ്സ്മെൻറ്റുകാർ എപ്പോഴും കൊണ്ടുപോകാം, അതും പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പരാധീനതകൾ ആ പാർട്ടി അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് CPIക്കാർ എന്താണ് നമുക്ക് ഉപനേതൃത്വം കിട്ടണം എന്ന ഡിമാൻഡുമായിട്ട് വന്നിട്ടില്ല. CPMകാർ ജീവിച്ചിരിക്കും, തല്ലി കൊന്നാൻ സമ്മതിക്കില്ല. പിണറായി വിജയനല്ല ആ സ്ഥാനത്ത് ആര് കൊന്നാലും. പാർട്ടി CPM ആണെങ്കിലും ഒരു കാരണവശാലും ഉപനേതൃത്വം വിട്ടുകൊടുക്കില്ല, എനിക്ക് ഉറപ്പാണ്.
പക്ഷേ CPIക്കാർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ പ്രതിപക്ഷ ഉപനേതൃത്വം അല്ല ചോദിക്കേണ്ടത്, പ്രതിപക്ഷ നേതൃത്വം തന്നെ ചോദിക്കണം. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇപ്പോഴത്തെ പോലെ നിർജ്ജീവമായൊരു പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ സഖാവ് K. രാജന് ചെയ്യാവുന്നൊരു കാര്യം, അദ്ദേഹം സഖാവ് PS. ശ്രീനിവാസനെ ഒരു മാതൃകയായിട്ട് സ്വീകരിക്കണം. PS-ൻ്റെ പഴയ നിയമസഭാ പ്രസംഗങ്ങൾക്കൊന്ന് വായിക്കണം. PS. ശ്രീനിവാസൻ എങ്ങനെയാണ് നിയമസഭയിൽ ഇടപെട്ടത്, എങ്ങനെയാണ് ചാടി എഴുന്നേറ്റ് കർമ്മപ്രശ്നങ്ങൾ ഉന്നയിച്ചത്, എങ്ങനെയാണ് സബ്മിഷൻസ് അവതരിപ്പിച്ചത്, എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നിയമസഭാ നടപടിയിൽ ഇടപെട്ടത്, പ്രത്യേകിച്ച് 1992 മുതൽക്ക് 96 വരെയുള്ള സമയത്ത്. അത് പ്രത്യേകിച്ചൊന്ന് വായിക്കണം. കാരണം എന്താ വെച്ചാൽ അന്നാണ് VS അച്യുതാനന്ദൻ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നത്. അതുവരെ EK നായനാരാണ്. 91-92 നായനാരാണ്. നായനാർ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി. അച്യുതാനന്ദൻ അതിന് മുമ്പ് ഒരിക്കലും ഇതുപോലൊരു സ്ഥാനം വഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അച്യുതാനന്ദൻ ഈ റൂൾസൊക്കെ പഠിച്ചത് പിന്നീടാണ് അദ്ദേഹം ഒരു ഗടാഗടി ഭയങ്കരനായ പ്രതിപക്ഷ നേതാവായിട്ട് മാറി. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഈ 92-96 കാലത്ത് VS-ന് ഈ വക ഒരു പരിപാടി അറിയില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കിയുള്ള സംസാര ശൈലി, ആംഗ്യ വിക്ഷേപങ്ങളെ കാണുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ്സുകാരെ ആർത്തിച്ചിരിക്കും, CPM-കാരെ അടക്കിച്ചിരിക്കും. കേരള നിയമസഭയിൽ അതുപോലത്തെ പെർഫോമൻസ് പണ്ടാരും നടത്തിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തോന്നലുണ്ടായപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത 2 പേരാണ്. ഒന്ന് ബേബി ജോണാണ്. ബേബി ജോൺ സകല കലാവല്ലഭനാണ്. ഏതാണ്ട് PT ചാക്കോയുടെയൊക്കെ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു പാർലമെന്ററിയനായിരുന്നു ബേബി ജോൺ. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. അതുപോലെ തന്നെ നല്ലൊരു ഭരണകർത്താവ് വരും. അപ്പോൾ ബേബി ജോൺ അതിശക്തമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തു. ഒപ്പം സഖാവ് PS. ശ്രീനിവാസനും ഏറ്റെടുത്തു. ശ്രീനിവാസനും ഇതുപോലെ ഭരണ ദുരന്തരാണ്, കഴിവ് തെളിയിച്ച പാർലമെന്ററിയനാണ്. അദ്ദേഹത്തിൻ്റെ സകല ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് എഴുന്നേറ്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ പരിധിവരെ കരുണാകരനെ പിന്നീട് വന്ന് AK ആന്റണിയെ നിയമസഭയിൽ നേരിടാനായിട്ട് ഇവർക്ക് സാധിച്ചു. PS-ന് സാധിച്ചു, ബേബി സാറിന് സാധിച്ചു. VS-നെ കൊണ്ട് സാധിച്ചില്ല. VS പിന്നീട് ഇതൊക്കെ പഠിച്ച് പാസ്സായി വന്നത്. അപ്പോൾ K. രാജന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിന് തന്നാരും വിളിച്ചില്ല. അങ്ങനെ തീർച്ചയായിട്ടും സഖാവ് രാജൻ വിജയിക്കും. ഉപനേതൃസ്ഥാനത്തിലൊന്നും ഒരു കാര്യമില്ല, യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് രാജൻ എൻ്റെ ഒരു ദീർഘകാല സുഹൃത്താണ്. അദ്ദേഹത്തോട് എനിക്ക് നൽകാവുന്നൊരു ഉപദേശവും നിർദ്ദേശവും ഇത് മാത്രമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുക. ഈ മരപ്പാടികളെ മറക്കുക, വിസ്മരിക്കുക. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതയില്ല.